നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും ഇപ്പോൾ 2 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞല്ലോ. മിക്ക ടീമുകളും 3 റൗണ്ടുകളുമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു പ്ലെയർ പവർ റാങ്കിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. 2ാമത്തെ എപ്പിസോഡാണ്. റാഫ്റ്റോ ക്രിക്കറ്റ് കൃത്യമായിട്ട് കഴിഞ്ഞ തവണയൊക്കെ ഫോളോ ചെയ്തവർക്കറിയാം. നമ്മൾ ഈ പ്ലെയർ പവർ റാങ്കിംഗ് അവതരിപ്പിക്കുന്നതിൻ്റെ കാൽക്കുലേഷൻ ESPN ക്രിക്കിൻഫോയുടെ MVP-യുടെ സെയിം കാൽക്കുലേഷനാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിതെടുത്ത് അവതരിപ്പിക്കുന്നത്. നേരത്തെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഏതായാലും ഈ 3 റൗണ്ട് മത്സരങ്ങൾ കളിച്ച ചില ടീമുകളും 2 റൗണ്ട് മത്സരങ്ങൾ കളിച്ച കുറച്ച് ടീമുകളും ഉള്ള ഈ സ്ഥിതിക്ക് ഓരോ താരങ്ങളുടെയും പ്രകടനം, അവർ കളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു പവർ റാങ്കിങ് തയ്യാറാക്കുന്നത്. 10 സ്ഥാനക്കാരെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. 10ാം സ്ഥാനത്ത് വരുന്നത് നിതീഷ് റാണയാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ കഴിഞ്ഞ കളിയിൽ വലിയ ഇമ്പാക്റ്റ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ആ തട്ടുപൊളിപ്പൻ ബാറ്റിങ്ങിൻ്റെ ബലത്തിൽ തന്നെയാണ് CSKക്കെതിരെ അവർ വിജയിച്ച് കയറിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സീസണിലെ പ്രകടനം എന്ന് പറയുന്നത് 100 റൺസാണ് അദ്ദേഹം 3 മത്സരങ്ങളിൽ നിന്നായിട്ട് ടീമിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കുന്നത് 132.6 അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വാല്യൂ ഇപ്പോൾ ESPN ക്രിക്കിൻഫോ കണക്കാക്കിയിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് വരുന്നത് സായി സുദർശനാണ്. മികച്ച ബാറ്റിംഗ് അദ്ദേഹം GTക്ക് വേണ്ടി തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2 മത്സരങ്ങൾ കളിച്ച സായി സുദർശൻ 137 റൺസ് ഓൾറെഡി നേടിയിട്ടുണ്ട്. GTയുടെ മികച്ച തുടക്കങ്ങൾക്ക് കാരണഭൂതനാവുന്നത് അദ്ദേഹം തന്നെയാണ്. ഏതായാലും അതാണ് സായി സുദർശൻ്റെ ഒരു പ്രകടനം. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 135.3. രുദ്രാജ് ഗെയ്ക്വാദാണ് ഈ 8ാം സ്ഥാനത്ത് വരുന്നത്. CSKയുടെ നായകൻ. അദ്ദേഹം ബാറ്റ് കൊണ്ട് ഇപ്പോഴും തിളങ്ങുന്നുണ്ട്. പക്ഷേ ടീമിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അദ്ദേഹം 3 കളികളിൽ നിന്ന് 116 റൺസാണ് അടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കുന്നത് 144.1. ഖലീൽ അഹമ്മദ് CSKക്ക് വേണ്ടി തുടക്കത്തിൽ അദ്ദേഹം വിക്കറ്റുകൾ എടുക്കുന്നു എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 കളികളിൽ നിന്ന് അദ്ദേഹം 6 വിക്കറ്റുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കിയിരിക്കുന്നത് 152.1. 6ാം സ്ഥാനത്ത് അനികേത് വർമ്മ. SRHന് വേണ്ടി കഴിഞ്ഞ കളിയിൽ വലിയ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ തകർന്നടിഞ്ഞ ഘട്ടത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. ഇപ്പോൾ 3 കളികളിൽ നിന്ന് 117 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കുന്നത് 164.6. മിച്ചൽ സ്റ്റാർക്ക് ഈസ് അറ്റ് നമ്പർ 5. വാട്ട് എ പെർഫോമൻസ്. കഴിഞ്ഞ കളിയിൽ 5-ആണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. DCക്ക് വേണ്ടി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 കളികളിൽ നിന്ന് 8 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്ത് കഴിഞ്ഞു എന്ന കാര്യം നോക്കുക. 165 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കിയിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് കുൽദീപ് യാദവാണ്. എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രകടനമാണ് DCക്ക് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കളികളിൽ നിന്ന് അദ്ദേഹം 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. 166.7 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കുന്നത്. 3ാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ. എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു. PBKസിൻ്റെ കുതിപ്പിന് പുറകിൽ ശ്രേയസ് അയ്യർ എന്നുള്ള സൂപ്പർ താരത്തിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്. 149 റൺസാണ് 2 ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് അർദ്ധ സെഞ്ചുറികൾ നമ്മൾ കണ്ടു. സൂപ്പർ പ്രകടനം ശ്രേയസ് അയ്യർ നടത്തുന്നു. ടോട്ടൽ ഇമ്പാക്റ്റ് 171.7 കണക്കാക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് നിക്കോളാസ് പൂറനാണ്. എന്തൊരു പ്രകടനമാണ് LSGക്ക് വേണ്ടി അദ്ദേഹം തുടരുന്നത്. ഇപ്പോൾ നോക്കുക, 3 കളികളിൽ നിന്ന് 189 റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. 204.5 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റിൻ്റെ റേറ്റിംഗ് കണക്കാക്കിയിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് CSKയുടെ താരം നൂർ അഹമ്മദാണ്. മിന്നും പ്രകടനം താരം തുടരുകയാണ്. എല്ലാ കളികളിലും അവരുടെ വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ എന്ന രൂപത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും നൂർ അഹമ്മദിനെ തന്നെയാണ്. നൂർ അഹമ്മദ് ഇപ്പോൾ 3 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. 218.6 അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ് കണക്കാക്കുന്നത്. എന്തായാലും കിടിലൻ പ്രകടനവുമായിട്ട് നൂർ അഹമ്മദ് 1ാം സ്ഥാനത്ത്. വളരെ പെട്ടെന്ന് 10 സ്ഥാനങ്ങൾ പറയാം. 1 നൂർ അഹമ്മദ്, 2 നിക്കോളാസ് പൂറൻ, 3 ശ്രേയസ് അയ്യർ, 4 കുൽദീപ് യാദവ്, 5 മിച്ചൽ സ്റ്റാർക്ക്, 6 അനികേത് വർമ്മ, 7 ഖലീൽ അഹമ്മദ്, 8 രുദ്രാജ് ഗെയ്ക്വാദ്, 9 സായി സുദർശൻ, 10 നിതീഷ് റാണ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.